വേടന്റെ കൂടെ വന്നിട്ട് വേടന്റെ തോളെ കഴിയിട്ട് വേട സൂപ്പറാണെന്നല്ലേ ശ്രീലക്ഷ്മി അറക്കൽ പറയുന്നത്. ആ ശ്രീലക്ഷ്മി അറക്കലിനെ പിന്നെ എന്തിനാ ഞാൻ വീട്ടിൽ കയറ്റാൻ കൊള്ളത്തില്ല. ഈ അറക്കലിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? ശ്രീലക്ഷ്മി അറപ്പാണ് അവളെ കാണുമ്പോൾ തന്നെ, വേറെ എനിക്ക് അഭിപ്രായമൊന്നുമില്ല. എടാ അതെ, ഈ പുരുഷ വിരോധം മാത്രമാണ് അവരുടെ മനസ്സിലുള്ളത്. അല്ലാണ്ട് ഒരിക്കലും അവർക്ക് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ഉന്നമനത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ സ്ത്രീകൾക്ക് നല്ലതുണ്ടാവണമെന്ന ആറ്റിലൂടൊന്നും ശ്രീലക്ഷ്മി അറക്കലിനെപ്പോഴുള്ള ആൾക്കാർ വളരെ എനിക്ക് ഫീൽ ചെയ്തിട്ടൊന്നുമില്ല. ഈ ഫെമിനിസം എന്താണെന്ന് അറിയാത്ത ഒരു ആൾക്കാരുണ്ട്. ഈ ഫെമിനിസം എന്ന് പറയുമ്പോഴത്തേക്കും സ്ത്രീകളുടെ ഉന്നമനമായിരിക്കാം ചില ആൾക്കാർ ഉദ്ദേശിക്കുന്നത്. പക്ഷേ നമ്മുടെ ഇവിടെയുള്ള സോക്കോൾഡ് ഫെമിനിസ്റ്റുകൾ എന്ന് പറയുന്നത് അവർക്ക് പുരുഷന്മാരോടുള്ള വിരോധം മാത്രമേ ഉള്ളൂ. അതായത് ഒരു ആണിനെ കണ്ടു കഴിഞ്ഞാൽ ആ ആണിനോടുള്ള വിരോധം മാത്രമാണ് ശ്രീലക്ഷ്മി അറക്കലിനെ പോലുള്ള തേർഡ് റേറ്റ് ഫെമിനിസ്റ്റുകൾക്ക് വരുന്നത്. ഇങ്ങനെ പറയാൻ പറ്റുള്ളൂ. കാരണം ഒരു ചാനൽ ചർച്ചക്കകത്തായിക്കോട്ടെ, അവിടെ ഫേസ്ബുക്ക് പോസ്റ്റിലായിക്കോട്ടെ, ശ്രീലക്ഷ്മി അറക്കൽ എന്താ കാണിക്കുന്നത്? ഇപ്പോൾ ദീപകിനെ പറ്റി ശ്രീലക്ഷ്മി അറക്കൽ വീട്ടിലീ പറഞ്ഞുകൊണ്ടിരിക്കുക, അയാൾ തെറ്റ് ചെയ്തിട്ടുണ്ട്, അയാൾ മറ്റേതാണ് മറിച്ചതാണ്. അത് ശ്രീലക്ഷ്മി അറക്കൽ ആ ബസ്സിനകത്ത് ഉണ്ടായിരുന്നു ഇല്ലല്ലോ. നമ്മളെല്ലാം കണ്ട് വിഷ്വൽസല്ലേ ശ്രീലക്ഷ്മി അറക്കൽ കണ്ടിട്ടുള്ളൂ. ചിഞ്ചു എടുത്ത് നേരിട്ട് പോയിട്ട് ശ്രീലക്ഷ്മി അറക്കൽ സംസാരിച്ചോ? ഇല്ലല്ലോ. അപ്പോൾ നമ്മൾ ആരും കാണാത്തൊരു കാര്യം, നമ്മൾ ആരും കേൾക്കാത്തൊരു കാര്യം, ശ്രീലക്ഷ്മി അറക്കൽ അവരുടെ പ്രഡിക്ഷനിൽ വന്നിരുന്ന് സംസാരിക്കുമ്പോഴത്തേക്ക് അത് ഞാൻ പറഞ്ഞു, അവർക്ക് പുരുഷ വിരോധം മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് അവർക്ക് ഒരിക്കലും സ്ത്രീകളുടെ ഉന്നമനമൊന്നും ശ്രീലക്ഷ്മി അറക്കലിപ്പോൾ ആൾക്കാരുടെ ലക്ഷ്യമേ അല്ല. ശ്രീലക്ഷ്മി അറക്കൽ ഇത്ര നാളായിട്ട് സ്ത്രീകൾക്ക് വേണ്ടി പ്രവർത്തിച്ച എന്തെങ്കിലും കാര്യമുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിഞ്ഞുകൂടാ. അതേസമയത്ത് പുരുഷന്മാർക്കെതിരെ പറഞ്ഞ് വിവരക്കേടുകൾ കാണിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഫേസ്ബുക്ക് വീഡിയോ, ഇൻസ്റ്റാഗ്രാം വീഡിയോ എടുത്ത് നോക്കി കഴിഞ്ഞാൽ 10 കാണാൻ പറ്റും അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ ഞാൻ പറഞ്ഞുള്ളൂ, സ്ത്രീകൾക്ക് അപമാനമാണ് ഈ ശ്രീലക്ഷ്മി അറക്കലിനെ പോലുള്ള ആൾക്കാർ. ഒരു വട്ട കണ്ണടയും വെച്ച്, ഒരു മൂക്കിൽ ഇതും ഇട്ട്, കുറച്ച് മുടിയും വെട്ടിയിട്ട്, ഒരു സാരി ഉടുത്ത്, കുറച്ച് ലിപ്സ്റ്റിക്ക് മാറി തേച്ചിട്ട് നമ്മളെന്ന് പറഞ്ഞ 2 പുരുഷന്മാർക്കെതിരെ 2 ഡയലോഗ് അടിച്ച് കഴിഞ്ഞാൽ ഫെമിനിസ്റ്റ് ആവുന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ ഒരുപാട് ഫെമിനിസ്റ്റുകൾ ഉണ്ടാകും. അതുകൊണ്ടൊന്നും നമ്മുടെ നാട്ടിലുള്ള ഒരു സ്ത്രീക്കും ഉപയോഗമില്ല. ഞാൻ ചോദിക്കട്ടെ, ഈ ശ്രീലക്ഷ്മി അറക്കൽ ഈ ദീപകിനെതിരായിട്ട് ഇത്രയും ഡയലോഗ് വന്ന് ചാൻസ് എടുക്കാതെ എന്ന് പറയുന്നുണ്ട്. ഈ വേടനെതിരെ എത്ര കേസ് വന്നു, പീഡന പരാതികൾ, ശരിയല്ലേ? അത് വേടന്റെ കൂടെ വന്നിട്ട് വേടന്റെ തോളെ കഴിയിട്ട് വേട സൂപ്പറാണെന്നല്ലേ ശ്രീലക്ഷ്മി അറക്കൽ പറയുന്നത്. ആ ശ്രീലക്ഷ്മി അറക്കലിനെ പിന്നെ എന്തിനാ ഞാൻ വീട്ടിൽ കയറ്റാൻ കൊള്ളത്തില്ല. ഓക്കെ.